മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. വടക്കാഞ്ചേരി മുൻ എംഎൽഎ അനിൽ അക്കരയെ രംഗത്തിറക്കി കോൺഗ്രസ്. അടാട്ട് പഞ്ചായത്തിലാണ് അനിൽ അക്കര മത്സരിക്കുന്നത്. അനിൽ അക്കരയുടെ സ്വന്തം പഞ്ചായത്താണ് അടാട്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു സർപ്രൈസ് തന്നെയാണ് അനിൽ അക്കരയുടെ സ്ഥാനാർത്ഥിത്വം. വടക്കാഞ്ചേരി മുൻ എംഎൽഎ അനിൽ അക്കരയെ രംഗത്തിറക്കിയിരിക്കുകയാണ് കോൺഗ്രസ്. കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു സർപ്രൈസ് തന്നെയാണ് അനിൽ അക്കരയുടെ സ്ഥാനാർത്ഥിത്വം. മണ്ഡലം ഉപസമിതി ചേർന്നാണ് അനിൽ അക്കരയുടെ പേര് നിർദ്ദേശിച്ചിരിക്കുന്നത്. മുൻ എംഎൽഎ തന്നെയാണ് കോൺഗ്രസ് വീണ്ടും ഇറക്കിയിരിക്കുന്നത്. മണ്ഡലം ഉപസമിതി ചേർന്നാണ് അനിൽ അക്കരയുടെ പേര് നിർദ്ദേശിച്ചിരിക്കുന്നത്. അദ്ദേഹം 2000 മുതൽ പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ചിരുന്നു. അടാട്ട് പഞ്ചായത്തിൽ അനിൽ അക്കരയാണ് ഇപ്പോൾ സ്ഥാനാർത്ഥിയായിരിക്കുന്നത്. അടാട്ട് പഞ്ചായത്തിലാണ് അനിൽ അക്കര മത്സരിക്കുന്നത്. അനിൽ അക്കരയുടെ സ്വന്തം പഞ്ചായത്ത് കൂടിയാണ് അടാട്ട്. മണ്ഡലം ഉപസമിതി ചേർന്നാണ് അനിൽ അക്കരയുടെ പേര് നിർദ്ദേശിച്ചിരിക്കുന്നത്. വടക്കാഞ്ചേരി മുൻ എംഎൽഎ അനിൽ അക്കരെ രംഗത്തിറക്കിയിരിക്കുകയാണ് കോൺഗ്രസ്. അടാട്ട് പഞ്ചായത്തിലാണ് അനിൽ അക്കര മത്സരിക്കുന്നത്. അനിൽ അക്കരയുടെ സ്വന്തം പഞ്ചായത്താണ് അടാട്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു സർപ്രൈസ് തന്നെയാണ് അനിൽ അക്കരയുടെ ഈ ഒരു സ്ഥാനാർത്ഥിത്വം. മണ്ഡലം ഉപസമിതി ചേർന്നാണ് അനിൽ അക്കരയുടെ പേര് നിർദ്ദേശിച്ചത്. 2003 മുതൽ അടാട്ട് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു ഇദ്ദേഹം. 2010 വരെ ഇദ്ദേഹം ഈ പഞ്ചായത്ത് പ്രസിഡന്റായി തന്നെ സ്ഥാനമേറ്റിരുന്നു. മണ്ഡലം ഉപസമിതി ചേർന്നാണ് അനിൽ അക്കരയുടെ പേര് നിർദ്ദേശിച്ചിരിക്കുന്നത്. മുൻ എംഎൽഎ കൂടിയായിരുന്നു അനിൽ അക്കരെ. വോട്ട് തേടുന്നത് 15ാം വാർഡിൽ നിന്നാണ്. അനിൽ അക്കരയാണ് വടക്കാഞ്ചേരി മുൻ എംഎൽഎ അനിൽ അക്കരയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. അനിൽ അക്കരയുടെ സ്വന്തം പഞ്ചായത്തിലാണ് അദ്ദേഹം മത്സരിക്കുന്നത്. മണ്ഡല ഉപസമിതി ചേർന്നാണ് അനിൽ അക്കരയുടെ പേര് നിർദ്ദേശിച്ചിരിക്കുന്നത്. പാലച്ചുവട് ഡിവിഷനിലെ ജനങ്ങൾ